അപ്പോൾ ഞാൻ ഈ സൈഡിലായിട്ടൊരു ബാർകോഡ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ 2 കൊല്ലത്തേക്ക് വീണ്ടും വാറണ്ടി വീണ്ടും GoPro എല്ലാവരും ഉള്ളവർ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാട്ടോ ഇത്. ഇതെങ്ങനെ സർവീസ് ചെയ്യേണ്ട, കംപ്ലൈൻറ്റ് വന്നാൽ എന്ത് ചെയ്യും, എവിടെ കൊടുക്കുന്നുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ യാതൊരു കാര്യം ഓർത്ത് ബേജാറാവണ്ട. ഇപ്പോൾ സൊല്യൂഷനുണ്ട്. വാറണ്ടി ഉള്ളതിനാണെങ്കിൽ വാറണ്ടി ഇല്ലാത്തതിന് സൊല്യൂഷനുണ്ട്. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയണമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കേസാണ് ചാനൽ സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇന്ന് ഞാൻ വന്നേക്കണം. ഇപ്പോൾ ഒരുപാട് നാളെ വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളെ GoPro കംപ്ലൈൻ്റ് ആയിരുന്നു, അതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല. ആകെ നമ്മുടെയുള്ള സാധനം കേട്ട ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് നടന്നു, അത് റെഡിയാക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ എത്തിയായിരുന്നു. അപ്പോൾ കംപ്ലൈൻറ്റ് ഇതാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലൈൻറ്റ് കണ്ടല്ലോ. അപ്പം അതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പം അത് നമ്മൾ എങ്ങനെ റെഡിയാക്കും എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. റെക്കോർഡ് ഉണക്കുമ്പോൾ സാധനം ഓഫായി പോകുമായിരുന്നു. അതിന് നമ്മൾ ബാറ്ററി മാറി നോക്കിയില്ല, മെമ്മറി കാർഡ് മാറി നോക്കി. പിന്നെ നമ്മൾ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജ് കുത്തി ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കി. അപ്പോഴും ഈ കംപ്ലൈൻറ്റാണ് കാണിക്കണേ. അതിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കി, പല രീതിക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കി, ഒന്നും രക്ഷയില്ലാണ്ടായി. അവസാനം നമുക്ക് ഒരു രക്ഷയില്ലാണ്ട് വന്നായിരുന്നു. പിന്നെ നമ്മൾ നിർത്തി വെച്ചായിരുന്നു. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി കാരണം വാറണ്ടി ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, വാറണ്ടിയുടെ ഇഷ്യൂ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ വീണ്ടും നമ്മൾ റെഡിയാക്കാന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങി തിരിച്ചു. ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നത്തെ പറയാൻ പോകണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, GoPro യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. GoPro കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, എവിടെ കൊടുക്കുന്നുള്ളത്. അപ്പോൾ വാറണ്ടി ഉള്ളതും വാറണ്ടി ഇല്ലാത്ത കേസാണ് പറയുന്നത്. വാറണ്ടി ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് കോട്ടയത്ത് അതിനുള്ള സൗകര്യമുള്ള ഷോപ്പുണ്ട്, പിന്നെ തൃശ്ശൂരുണ്ട്. അപ്പം അതൊരു നമ്പർ എൻ്റെ അടുത്ത് കിട്ടിയതായിരുന്നു, മിസ്സായി. അത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി താമസവും ഡിലേയും കാര്യങ്ങളും വരും. കാരണം അതിൻ്റെ സ്റ്റോക്ക്, സ്പെയർ കാര്യങ്ങളെല്ലാം കിട്ടാനായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ള മെയിനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നുള്ള കാര്യം, GoPro യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മിനിമം 2 വർഷം കഴിഞ്ഞതാണെങ്കിൽ ഇത് വാട്ടർ അസിസ്റ്റൻ്റ് ആയിരിക്കും, വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല. കാരണം വെള്ളം നനയാൻ നോക്കേണ്ട വരും, വെള്ളം കയറിയാൽ നമുക്കറിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളൊരു 20 ദിവസം 25 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനത്തിന് കംപ്ലൈൻറ്റ് വരും, ബോർഡ് മൊത്തം നശിച്ചു പോകും. ഐ ആം എ മൊബൈൽ മെക്കാനിക്. വേറെ ഒന്നും പറയാനല്ല, മൊബൈൽ പോലെ തന്നെയാണ് സാധനവും. ഇതിൻ്റെ വാട്ടർ പ്രൂഫ് നഷ്ടപ്പെടും, ഗെമ്മിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നഷ്ടപ്പെടും. കമ്പനി തന്നെ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 5% താഴെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ബാറ്ററി ഇട്ട് വയ്ക്കാമുള്ളൂ. മാക്സിമം പറയുവാണെങ്കിൽ തന്നെ ബാറ്ററി ഇട്ട് വയ്ക്കാൻ പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഇട്ട് വെച്ചാൽ ബാറ്ററി കംപ്ലൈൻറ്റ് വരും, ബോർഡ് കംപ്ലൈൻറ്റ് വരും, കുറേ കാര്യങ്ങൾ വരും. അത് നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ക്യാമറയായിരിക്കും. പിന്നെ ഹീറ്റിംഗ് പ്രശ്നമുണ്ട്, അത് നമുക്ക് സൊല്യൂഷൻ ഇല്ല. 12ലേക്ക് വന്നപ്പോൾ ഹീറ്റിംഗ് പ്രശ്നം മാറിയിട്ടുണ്ട്. വാറണ്ടി ഉള്ളതാണെങ്കിൽ നിങ്ങൾ യാതൊരു കാര്യം എടുത്ത് ബേജാറാവണ്ട. നിങ്ങൾക്ക് എത്ര മന്താണ് ഇപ്പോൾ ക്യാമറ എല്ലാം 2 മന്ത് 24 മന്ത് വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉള്ളതാണ്, നിങ്ങൾക്ക് പുതിയ സാധനം കിട്ടും. അപ്പം നിങ്ങൾ ഈ ചാനൽ ഇല്ല, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ. A to Z കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സൈഡിലായിട്ടൊരു ബാർകോഡ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ക്രോമിൽ കയറിയിട്ട് സ്കാൻ ചെയ്താൽ ഒരു ലക്ഷറി സർവീസ് സെൻറ്ററിലേക്കാണ് അത് പോകുന്നത്. അതായത് ഈ GoProയുടെ സർവീസ് സെൻറ്റർ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ടീമിലേക്ക്. അതായത് ഡൽഹിയിൽ എവിടെ ഒന്നും സർവീസ് സെൻറ്റർ ഇല്ല. അതായത് ഇതിൻ്റെ GoProയുടെ സർവീസ് സെൻറ്റർ റീപ്ലേസ് ചെയ്യാനുള്ള സർവീസ് സെൻറ്റർ അവിടെ ഉള്ളൂ. അവർക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മെയിൽ വഴിയും വാട്സാപ്പ് വഴിയും മാത്രമേ ഇതിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അവർ നമ്മുടെ ലാംഗ്വേജ് ആയിരിക്കണമെന്നില്ല, കൂടുതലും ഇംഗ്ലീഷാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കാനും കംപ്ലൈൻറ്റ് പറയാനും നോക്കണം. അപ്പം പിന്നെ ഇത് പറയാം, ഓർത്തെടുക്കണം. അതുകൊണ്ടാട്ടോ ചെറിയത് വന്നത്. പിന്നെ കാരണം മൊബൈലിൽ ഷൂട്ട് ചെയ്യണത്, നമ്മൾ ക്യാമറയിലല്ല ഷൂട്ട് ചെയ്യണത്. ക്യാമറ കംപ്ലൈൻ്റ് ആയി അതിൻ്റെ വീഡിയോ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ക്യാമറ യൂസ് ചെയ്യുന്നവർക്കും ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നവർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് പെട്ടെന്ന് ഗുണമുള്ള വീഡിയോ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. എൻ്റെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരും. പിന്നെ ഒറ്റ കാര്യം ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് പറയാം, 100% നിങ്ങൾക്ക് ഈ സാധനം വാറണ്ടി ഉണ്ടെങ്കിൽ മാറ്റി കിട്ടിയിരിക്കും. മൈ ഗ്യാരണ്ടി എന്തെന്നെ പറയാം. കാരണം
ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ ഏകദേശം 3-4 മാസമായി. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. നമുക്ക് അത്യാവശ്യം മലയാളം തന്നെ മര്യാദയ്ക്ക് അറിയത്തുള്ളൂ, ഹിന്ദി ഇംഗ്ലീഷൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ ഡൽഹിയിലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടുത്തെ എങ്ങനെ സംസാരിക്കും, ഇംഗ്ലീഷ് ആണല്ലോ. പിന്നെ രണ്ടും കളിപ്പിച്ച് നമുക്ക് 4 മാസം എടുക്കണ്ടോ. നമ്മുടെ വീഡിയോ ഇട്ടിട്ട് 4 മാസമായി. അങ്ങനെ ഞാൻ ലക്ഷറി ആപ്ലിക്കേഷനിൽ കയറി. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബാർകോഡ് ഇടുന്നത്. ബാർകോഡ് സ്കാൻ ചെയ്താൽ ലക്ഷറി ഇതിൻ്റെ അത് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അവർ ഗോപ്രോ മാത്രമല്ല പല സാധനങ്ങളും അവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അല്ലാത്തതൊക്കെ സർവീസ് ചെയ്യേണ്ടത് സർവീസ് ചെയ്യും. ഗോപ്രോ മൊത്തം റീപ്ലേസ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഫോം തുറന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫോം കിട്ടും. ഫസ്റ്റ് ഫോം, 2 ഫോമാണ് മൊത്തത്തിൽ തന്നെ. ആ ഫോമിൽ ആദ്യം നമുക്ക് വരുന്നത് പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ എഴുതും. പിന്നെ താഴെ 2 ഇമേജ് പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ ബില്ല് അവർ സബ്മിറ്റ് ചെയ്യണം. 2 നമ്മുടെ ഏതാ മോഡൽ ഗോപ്രോയുടെ. സൈഡിൽ നമ്മൾ 11, 10, 9 അങ്ങനെ 12 എഴുതിയിട്ടുള്ള സ്ഥലമുണ്ട്. അതിനൊരു ഫോട്ടോ എടുത്തിട്ട് നല്ല ആ 2 പ്രൊഫൈലിൽ പറഞ്ഞേക്കണ പോലെ ചെയ്യണം. ആദ്യം നമ്മൾ ബില്ല് അടിക്കണം. രണ്ടാമത് ഗോപ്രോയുടെ സൈഡിലെ ഫോട്ടോ, അതായത് ഹീറോ 11 ബ്ലാക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഫോട്ടോ അടിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ആ ഫോട്ടോ നമ്മൾ എടുക്കുമ്പോൾ 1 MB താഴെ ആയിരിക്കണം. അത് നമ്മൾ എടുത്തിട്ട് രണ്ടാമത് സ്നാപ്ചാറ്റിലോ എന്തെങ്കിലും ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് MB കുറച്ചിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഫുൾ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണെന്നും അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത് സ്കിപ്പ് അടിക്കാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ആരുടെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്ത് ഇവർക്ക് സാധനം അയച്ച് നിങ്ങൾക്ക് സാധനം കൈ കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ ഫോം വരും, അതും മൊത്തം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു മെയിൽ വരും. ആ മെയിലിൽ അവർ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മെയിലിൽ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ അവർ അയച്ചു തരും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് മെമ്മറി കാർഡിലിട്ട് ആ മെമ്മറി കാർഡിലേക്ക് ഇടുമ്പോൾ ഓട്ടോ അപ്ഡേറ്റ് ആവും. അപ്പം എന്നിട്ടും പ്രോബ്ലം സോൾവ് ആയില്ലെങ്കിൽ അതിന് പിന്നെയുള്ള അഡീഷണൽ പ്രോബ്ലം എന്ന് പറയാം മെമ്മറി കാർഡ് മാറി നോക്കുക എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രീം പ്രോ എന്നുള്ള അല്ലെങ്കിൽ എക്സ്ട്രീമോ എന്നുള്ളൊരു 4K സപ്പോർട്ട് ചെയ്യണ മെമ്മറി കാർഡ് മാത്രം സാൻ ഡിസ്കിൻ്റെ ആണ് ഇതിൻ്റെ അത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതാണ് നിങ്ങൾ മാക്സിമം ഇതിൻ്റെ അത് ഓപ്പറേറ്റത്തിൻ്റെ യൂസ് ചെയ്യാവുള്ളൂ. സാധാ മെമ്മറി കാർഡ് യൂസ് ചെയ്യരുത്. ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് മാറ്റി നോക്കുക. എന്നിട്ടും ആയില്ലെങ്കിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കണത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആയില്ലെങ്കിൽ നിങ്ങൾ ബാറ്ററി ഒറിജിനൽ ഇട്ട് നോക്കണം. പ്രത്യേകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒറിജിനൽ ഇട്ട് നോക്കണം. ഒറിജിനലിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഇടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഒറിജിനൽ ഇട്ട് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവർ വേറെ അടുത്ത മെയിൽ വരും. ശരിയായില്ല എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് നേരത്തെ മെയിൽ കൊടുക്കണം. ഞങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കി നടപടിയില്ല, അടുത്ത പ്രോസസ്സ് എന്താണെന്ന് അവരുടെ ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങളുടെ കംപ്ലയിൻറ്റ് ഞാൻ സ്വീകരിച്ചു, ഞങ്ങൾക്ക് ഇത് അയച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറയണം. അപ്പോൾ അടുത്ത മെയിൽ അവർ പറയും എന്നാൽ ഓക്കെ സാർ, അവരൊരു ഫോം അയച്ചു തരും. ആ ഫോം ഞാൻ ഇവിടെ കൊടുക്കേണ്ട. ആ ഫോമിൽ അവരുടെ അഡ്രസ്സ് മെയിൽ കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മുടെ അഡ്രസ്സ് രേഖപ്പെടുത്താനുള്ള സ്ഥലമുണ്ട്. അതിൽ നമ്മുടെ അഡ്രസ്സ് രേഖപ്പെടുത്തി അത് പ്രിൻ്റ് എടുത്തിട്ട് അത് പക്കയായിട്ട് പാക്ക് ചെയ്തിട്ട് വെക്കുക. പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെയുള്ള കാര്യം എന്ന് പറയാനായിട്ട് ഫോട്ടോസ് ആയിട്ട് നമുക്ക് വാട്സാപ്പ് വഴി നമുക്ക് അയക്കാൻ പറ്റും. അവർക്ക് മെയിൽ വഴി അയക്കാം. നമുക്ക് ഏത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഒരു മെയിൽ വഴി അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് സാർ ഇതെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ കളക്ട് ചെയ്യാനുള്ള പരിപാടിയെല്ലാം നോക്കണം, എന്താണ് ഇതിനടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ അവരത് പിറ്റേ ദിവസമാണ് ഇവിടെ റിപ്ലൈ തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 10 മണി മുതൽ, സൺഡേ അവധിയാണ്, രാവിലെ 10 മണി മുതൽ 12 വരെ നമുക്കത് പെട്ടെന്ന് റിപ്ലൈ തരുന്നുണ്ട്. അതിനുശേഷം റിപ്ലൈ ഇടാൻ നല്ല താമസമാണ് അവർക്ക്, ഡ്യൂട്ടിയുടെ ഇതായിരിക്കും. അതിനുശേഷം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഒരു ഓക്കെ ഞങ്ങൾ അതിനുള്ള ബ്ലൂ ഡാർട്ട് വരെയുള്ള സെറ്റപ്പൊക്കെ ചെയ്യാന്നുള്ള മെയിൽ വന്നു. പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് ബ്ലൂ ഡാർട്ടിൻ്റെ ഒരു ഇത് അവരെനിക്ക് ഫോമിൻ്റെ, അതായത് നമുക്ക് കൊറിയർ അയക്കാനുള്ള ട്രാക്ക് ചെയ്യാനുള്ള ഐഡിയും കാര്യങ്ങളെല്ലാം അവരെനിക്ക് അയച്ചു ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ പ്രിൻറ്റും എടുത്ത് ഈ കൊറിയറുമായിട്ട് നിങ്ങൾ നേരെ പോയി, അത് 28-ാം തീയതി ഡേറ്റ് കടന്നിരുന്നത്, കഴിഞ്ഞ മാസം 28-ാം തീയതി ഡേറ്റ് കടന്നിരുന്നത്, 28/6/2024 അതാണ് ഡേറ്റ് കിടന്നത്. അപ്പം ഞാനത് അവിടെ പോയി അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവണം കൂടിയാണ് ഞാൻ ഈ സൈഡിൽ ഇത് കാണിച്ചു തരുന്നത്. അതിനുശേഷം ഞാൻ എന്നിട്ട് നേരെ അവിടെ കൊടുത്തപ്പോൾ ഒരു പയ്യനെ നിന്ന്, അപ്പോൾ അതിനൊന്നും അറിയാൻ പാടില്ല, നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അതിന് പിന്നെ ഞാൻ അവരുടെ അടുത്ത് കടയിലേക്ക് വന്നു. ഞാനും ഈ കൊറിയർ ഓഫീസ് തമ്മിൽ 14 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അടുത്ത് അയച്ചു, ഇവിടെ നടപടിയില്ല, അവരെങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് ഇങ്ങോട്ട് തിരിച്ചയച്ചു, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഈ റെസിപ്റ്റിൻ്റെ പ്രിൻറ്റും ഈ ഫോം അവിടെ കൊടുത്താൽ മതി എന്നൊരു എനിക്ക് മെയിൽ അയച്ചു, ഇംഗ്ലീഷിൽ അയച്ചു. ഞാൻ എന്നിട്ട് നേരെ അത് കൊടുത്തു, ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ എനിക്ക് ബ്ലൂ ഡാർട്ടിൽ നിന്ന് ഒരു മെസ്സേജ് ടോക്കൺ നമ്പർ വന്നിട്ടുണ്ട്. ആ ടോക്കൺ നമ്പർ ഞാൻ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് സാർ എനിക്കിങ്ങനെ തരാനാണ് പറഞ്ഞത്,
അപ്പോൾ അവർ ആ പയ്യനെ ഒന്നുകൂടെ ചെക്ക് ചെയ്തു, ഇപ്പോൾ സോറി കേട്ടോ, അത് ഇവിടുത്തെ തെറ്റ് പറ്റിയതാ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയാണ്. അപ്പോൾ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ശരിയാവില്ലായിരുന്നു. എന്താ ഉച്ചയ്ക്ക് പോയി കഴിച്ചു. അതായത് 28-ാം തീയതി അവരങ്ങനെ പറഞ്ഞെങ്കിൽ, അല്ല 28-ാം തീയതി എനിക്ക് മെയിൽ വന്നെങ്കിൽ ഞാനൊന്ന് ഷോപ്പിലാണ് എനിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റിയ സ്റ്റേജ്. ഞാൻ പറഞ്ഞില്ല 14 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 29-ാം തീയതി രാവിലെയാണ് പോയത്. അതിന് ഉച്ചയായപ്പോൾ തിരിച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ഈ 14 കിലോമീറ്റർ പോയി അവിടെ പറഞ്ഞ കാര്യങ്ങൾ അവർ സബ്മിറ്റ് ചെയ്തു. ഓക്കെയാണ്. അടുത്ത മെയിൽ എനിക്ക് വന്നു. പിന്നെ ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ട്രാക്ക് ചെയ്യുന്ന എല്ലാം ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. അത് ഓരോ സ്ഥലങ്ങളിൽ എത്തുന്ന എല്ലാം എനിക്ക് കാണാമായിരുന്നു. 3-ാം പക്കം സാധനം അവിടെ ഡെലിവറി ആയി. അതും ഞാൻ അവിടെ കൊടുത്തു. ഞാൻ വാട്സാപ്പിൽ കൂടെ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്ത് ഓരോ ഡീറ്റെയിൽ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കാതെ ഞാൻ പറയുന്നോട് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ എനിക്ക് മെസ്സേജ് അയക്കണം. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ 3-ാം ദിവസം അവരുടെ സാധനം എത്തി. അവരവിടെ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾ കംപ്ലൈൻറ്റ് ഞാൻ ചെക്ക് ചെയ്തു. അപ്പം അടുത്ത വിവരം ഞാൻ 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഇവിടുത്തെ ആൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് 24 മണിക്കൂർ നിങ്ങൾ കംപ്ലയിൻറ്റ് സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് മെയിൽ വന്നു. ഇത് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കംപ്ലയിൻറ്റ് ജെനുവിനാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വേറൊരു പുതിയ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അയക്കും എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. ഒരുപാട് സന്തോഷമായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാം ഇംഗ്ലീഷിനെ പറ്റി ഒരു വിവരമല്ല, നമ്മൾ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല, അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് കാച്ചിട്ട് നമുക്ക് സംഭവം ശരിയായി. പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൽ വന്നു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കൽ താങ്ക് യു സാർ, നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവരും. അപ്പോൾ ഒരു വീണ്ടും അയച്ചു എനിക്ക് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അടുത്ത നടപടി കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 3-4 മാസം ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് ഓടി നടന്നു. നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. അവസാനം ഞാൻ ക്യാമറയുടെ ഷോപ്പിലെത്തി. അവിടെ എത്തി ചോദിച്ചപ്പോഴും അവിടെ നമ്മുടെ ഒരു പയ്യനുണ്ടായിരുന്നു, സുഹൃത്ത്. അപ്പം അവൻ പറഞ്ഞു ഞാൻ ഇത് റെഡിയാക്കി തരാം, എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് സന്തോഷമായി. അവനെ ഒരുപാട് സഹായിച്ചു. അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. കാരണം നമുക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ടല്ലോ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു തരാനാണെങ്കിലും. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്ക് സബ്മിറ്റ് ചെയ്തു. പിന്നെ അതൊരു പോരായ്മ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് 24 മന്ത് വാറണ്ടി എന്ന് പറഞ്ഞപ്പോൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം, അത് ഞാനൊരു കാണിച്ചു തരാം കേട്ടോ. പർച്ചേസ് ചെയ്തതിന് ശേഷം 1 മന്ത് കഴിയുമ്പോൾ നമ്മളിത് എക്സ്റ്റൻഡൽ വാറണ്ടി എന്നാണ് പറയുന്നത്. അതായത് ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത കൊല്ലത്തെ വാറണ്ടി കിട്ടണമെങ്കിൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത് ചെയ്തില്ല നമുക്ക് 2ാമത്തെ കൊല്ലത്തെ വാറണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞു അവിടുത്തെ സാറ്. അപ്പം നമുക്ക് ആകെ ടെൻഷനായി, എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല, വാറണ്ടി കിട്ടില്ല. അപ്പം പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാം ബ്രോ കിട്ടുന്നത്. അപ്പോൾ അവൻ അതിൻ്റെ അകത്ത് കൊടുക്കണ ഒരു ബാർകോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ വാറണ്ടി ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് അവിടെ നിന്ന് മെയിൽ വന്നു. അതായത് ലക്ഷറി അവരുടെ കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു. നമുക്ക് സന്തോഷമായി, സമാധാനമായി. ഞാൻ ഹെൽപ്പ് ചെയ്ത് തന്നുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ശങ്കെടുപ്പ് നിന്നെങ്കിലും സമയത്ത് പെട്ടെന്ന് തണുത്തു കേട്ടോ. അത് സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. നമ്മുടെ കുടുംബത്തിലൊരു അംഗമായി മാറിയ ഒരാളാണത്. കാരണം എൻ്റെ ഇവിടെ എത്തിക്കാനും എന്നെ മോട്ടിവേഷൻ ആക്കാനും എന്നെ സഹായിച്ച വ്യക്തിയാണ് എൻ്റെ ഗോപ്രോ. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു ഞാനത് മേടിക്കാനായിട്ട്. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഞാനത് കൂട്ടിവെച്ച് മേടിച്ചത്. അതിൻ്റെ ബ്രോ എനിക്ക് ചെയ്തു തന്നു. കഴിഞ്ഞ് പിന്നെ അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഞാനത് പറയാൻ മറന്നുപോയി. ആ ബ്രോ എന്നെ സഹായിച്ചു. അതിനുശേഷം നമ്മൾ ഒരുപാട് യൂട്യൂബറെ കോൺടാക്റ്റ് ചെയ്തായിരുന്നു. അവരെന്നെ ഒത്തിരി സഹായിച്ചു. അവർക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം വരാത്തവർ ചെയ്തിട്ടില്ല, അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടത്തില്ല. ഒരു കാര്യം നമുക്ക് പക്ക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കലും കിട്ടാറില്ല. അപ്പം നമുക്കിത് കിട്ടിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരാളും ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് ഗുണമായിരിക്കണം ഈ വീഡിയോയിലൊക്കെ കൊണ്ട്. നമുക്കും ഒരാൾക്ക് സഹായം കിട്ടി, അവർക്ക് ഇന്നെ മാറ്റി കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം അത് വേറെ ലെവലാണ്. ഇനി ആരും ഇങ്ങനെ കഷ്ടപ്പെടരുത്, അവർക്കും ഇതേപോലെ എല്ലാം എളുപ്പമായി കൊടുക്കട്ടെ എന്നാണ് ഞാൻ പറയണത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം നമുക്ക് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ വന്നു, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ റീപ്ലൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവരുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് അടുത്ത മെയിൽ അയച്ചു. നിങ്ങളിവിടെ നിന്ന് പ്രോഡക്റ്റ് ഞങ്ങൾ അയക്കും, ഇന്ന് ഈവനിങ് അയക്കും എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഞാൻ വാട്സാപ്പ് വഴി കോൺടാക്റ്റ്, ഞാൻ ഓരോ സമയം വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ഇമെയിലും മെസ്സേജ് അയക്കും. കാരണം സമാധാനമില്ല. കാരണം ഇവരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കളിപ്പിച്ച് അയക്കണം, അല്ലാതെ വേറൊരു വഴിയില്ല. നമ്മൾ രണ്ടും കളിപ്പിച്ച് അയക്കണം. കിട്ടൂല്ലെന്ന് ഒരു ഉറപ്പില്ല എന്ന് പറഞ്ഞു. കറക്റ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ പണി പാളുമെന്ന് പറഞ്ഞു. രണ്ടും കളിപ്പിച്ചോട്ടെ ഞാൻ വിട്ടേ. എനിക്ക് വേറെ വഴിയില്ല. കാരണം കംപ്ലൈൻറ്റ് ആയല്ലോ, വേറെ വഴിയില്ല. കാരണം എനിക്ക് സർവീസ് ചെയ്യാനുള്ള സെൻറ്ററും ഇല്ല നിലവിൽ. അപ്പം എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതായി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടും കളിപ്പിച്ച് അങ്ങ് പാക്ക് ചെയ്ത് അവർക്ക് അയക്കുക ചെയ്തത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റും ബ്രോ, നിങ്ങൾ അയച്ച അവിടെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എപ്പോഴാണെങ്കിലും സാധനം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിരിക്കും. അച്ഛന്മാരെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഈവനിങ് അയക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ മെസ്സേജ് റിപ്ലൈ കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നെ അവർക്ക് എനിക്ക് വീണ്ടും ഒരു വെപ്രാളായി, കാരണം അവർ അയക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അയച്ചിട്ടില്ല. പിന്നെ ഒരു ഇതായി, നമുക്കൊരു ടെൻഷനായി. ഞാൻ പിന്നെ അയച്ചു, റിപ്ലൈ ഒന്നും ഇല്ലല്ലോ, ഈവനിങ് അയക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് തീരുമാനം പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അയച്ചു. ഞാൻ റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല, അവർ റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. കഴിഞ്ഞൊരു പിറ്റേ ദിവസമായപ്പോൾ ഒരു 10:30 ആയപ്പോൾ ഇതിന് റിപ്ലൈ എനിക്ക് കിട്ടി. ഞാൻ അതിനുശേഷം ഒരുപാട് മെയിൽ അയച്ചിട്ട് അതും കാണിച്ചു തരാം ഇവിടെ സൈഡിൽ അയച്ചു. അവർ ബ്ലൂ ഡാർട്ടിൽ സാധനം, നമുക്ക് ബ്ലൂ ഡാർട്ട് വഴിയായിരുന്നു അവർ റിട്ടേണും അല്ല എടുക്കലും പുറക്കലെല്ലാം ഓരോ ഇതിൽ തന്നെയായിരുന്നു അവർ സെറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഞാനൊരു ബ്ലൂ ഡാർട്ടിൽ കൊടുത്തതിന് ശേഷം അവരവിടെ ഇങ്ങോട്ട് ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് അവർ ആ സാധനം റിട്ടേൺ കൊടുത്തു എന്നാണ് പറഞ്ഞത്. എനിക്ക് മെയിൽ ഇങ്ങോട്ട് അയച്ചു. എന്നിട്ട് അവർ വേറെ പറഞ്ഞു ഞങ്ങളതിട്ട് ഇന്ന് ടുഡേ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുമെന്ന് പറഞ്ഞു അവരെനിക്ക്. അത് കൂട്ടത്തിന് ആ ഒരു മെയിൽ തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. മെയിൽ തന്നെ അവർ പറഞ്ഞു സ്പീഡ് പോസ്റ്റ് വഴി അയക്കും, ബ്ലൂ ഡാർട്ടിൽ ഒരു റിട്ടേൺ തന്നു, അങ്ങോട്ട് ഡെലിവറി ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഒന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം ഞാൻ പിന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, തീരുമാനമൊന്നുമില്ല. രാവിലെ അവർ പറഞ്ഞാണല്ലോ. പിന്നെ ഒരു 1 മണി 2 മണി ആയപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, എന്തായി തീരുമാനം, എന്തായി നിങ്ങൾ അയച്ചോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചു. റിപ്ലൈ തന്നില്ല. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, റിപ്ലൈ തന്നില്ല. ഏകദേശം ഒരു 4 മണിക്കൊക്കെ അടുത്തൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു റെസിപ്റ്റ് വാട്സാപ്പ് വഴി അയച്ചു തന്നു. അപ്പം എനിക്കൊരു ഡൗട്ട്, അപ്പോൾ ഞാൻ സെയിം മെസ്സേജ് ഇതിനകത്ത് അയച്ചിട്ടുണ്ടല്ലോ, റെസിപ്റ്റ് ഫോട്ടോ എടുത്ത് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു മെസ്സേജ് പോലെ മെയിൽ വന്നിട്ടുമില്ല. അപ്പം എനിക്കൊരു ഡൗട്ട്, ചുമ്മാ ഒരു എഴുതിയിട്ട് അയച്ചാണോ എന്നൊരു ഡൗട്ട് വീണ്ടും എനിക്ക് തോന്നി. ഇല്ല, ഡൗട്ട് ക്ലിയർ ആയിരുന്നു. അവർ ബുക്കിംഗ് ആയിരുന്നു. അതായത് അവർക്ക് റെസിപ്റ്റ് എങ്ങനെയാണ് സംഭവം അറിയില്ല, അവർ എല്ലാം ചെയ്ത് ബുക്കിംഗ് അവർ ചെയ്യണത്. ഓരോ സീരിയൽ നമ്പർ വെച്ച് അവർ ബുക്ക് ചെയ്യുവാണ്. ബുക്ക് ചെയ്തിട്ട് അത് പേര് അഡ്രസ്സ് എഴുതിയത് എനിക്ക് അയച്ചു തന്നു. ഞാൻ ട്രാക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. അതായത് ബ്ലൂ ഡാർട്ട് വഴി ഞാൻ അയച്ച അന്ന് തന്നെ എനിക്ക് വൈകുന്നേരം മുതൽ ട്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ഞാനത് വൈകുന്നേരം ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളതായിരിക്കും, അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. വൈകുന്നേരം ഞാനൊരു 6 മണിയായപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചു, ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ പ്രോബ്ലം, ഇതല്ല ഇനി ഒരു റിട്ടേൺ തന്നു, വേറെ ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ മെസ്സേജ് അയച്ചു. അല്ല ഇത് തന്നെയാണെന്ന് പറഞ്ഞാൽ അവരെനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങോട്ട് റിട്ടേൺ തന്നു. മെയിൽ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇതെനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു, വാട്സാപ്പിൽ പറഞ്ഞു അത് അപ്ഡേറ്റ് ആയി കാണില്ല എന്നുള്ള രീതിയിൽ അവരെനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു ആളുടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, കൂട്ടുകാരുടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അതേടാ ചിലപ്പോൾ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അല്ല, ഞാൻ കൂട്ടുകാരൻ്റെതല്ല, നമ്മുടെ തൊട്ടപ്പുറം പോസ്റ്റ് ഓഫീസ് വേറെ ഉണ്ട്, ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. അവർ ബുക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ, സാധനം അയച്ചിട്ടുണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, സാധനം ബുക്ക് ചെയ്തിട്ടുള്ളൂ, അയച്ചിട്ടില്ല. അവർ വേറെ റെസിപ്റ്റ് തരാമെന്ന് അയച്ചതിൻ്റെ തന്നില്ല, ഇത് തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ ഇവരുടെ അടുത്ത് മെസ്സേജ് അയച്ചു, ഈ റെസിപ്റ്റ് അല്ല വേറെ റെസിപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ഇത് തന്നെയാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ ട്രാക്കിംഗ് ഐ ഡി എന്ന് എനിക്ക് പറഞ്ഞു, വേറെ മെയിൽ എനിക്ക് അവർ തന്നു. ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു ഇനിയും താമസമുണ്ടോ, ഇതെനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ നോക്കി. പിറ്റേ ദിവസം ഇപ്പോൾ ഞായറാഴ്ചയാണ്, ഇവർ ശനിയാഴ്ച 6-ാം തീയതിയാണ് വൈകുന്നേരം അയച്ചത്. അപ്പം ഞായറാഴ്ച അവർക്ക് അവധിയാണ്, റിപ്ലൈ ഇല്ല. ഞാൻ കുറേ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ എനിക്കൊരു ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഇത് ഞങ്ങൾ അന്ന് തന്നെ 6-ാം തീയതി വൈകുന്നേരം അയച്ചിട്ടുണ്ട്, പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് അത് ഓപ്പണിംഗ് ദിവസം അല്ലാത്തത് കൊണ്ട് അപ്ഡേറ്റ് ആയി കാണത്തില്ല, ഇന്ന് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും, ഇന്ന് ഈവനിങ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു മെയിൽ അയച്ചു. അതിവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അന്ന് വൈകുന്നേരം ഞാൻ നോക്കി, ഏകദേശം ഒരു 10-10:30 വരെ നോക്കി, ആയില്ല. ഏകദേശം ഒരു 11:30 ആയപ്പോൾ നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ടൈം അറിയില്ല. അത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കാണിച്ചു, അപ്ഡേറ്റ് കാണിച്ചു. അല്ലല്ല, അന്ന് തിങ്കളാഴ്ച വൈകുന്നേരം എനിക്ക് കാണിച്ചില്ല. എനിക്ക് ചൊവ്വാഴ്ച രാവിലെ ആയപ്പോൾ ഞാനത് നോക്കിയപ്പോൾ സാധനം വൈകുന്നേരം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 7 ആയപ്പോൾ അപ്ഡേറ്റ് ആയി. അതായത് 8 മണിക്കാണ് 8-ാം തീയതിയാണ് ഒരു ബുക്കിംഗ് കാണിച്ചേക്കണത്, 6-ാം തീയതി അല്ല കാണിച്ചത്. എന്തെങ്കിലും ആവട്ടെ നമുക്ക് സാധനം കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് 8-ാം തീയതി കാണിച്ചപ്പോൾ സമാധാനമായി. പിന്നെ 6-ാം തീയതി തിങ്കളാഴ്ച എന്ന് വെച്ചാൽ അവരെ വെറുതെ സംശയിച്ചു, ഉള്ളത് പറഞ്ഞതിന് കുഴപ്പമില്ലല്ലോ. അപ്പം കഴിഞ്ഞപ്പോൾ എൻ്റെ പക്കാ ഡീലിങ്സ് ആയിരുന്നു. 9-ാം തീയതി ആയി, പിന്നെ ട്രാക്ക് ചെയ്തു. പിന്നെ ഞാൻ അവർ ശല്യപ്പെടുത്താൻ നിന്നില്ല. പിന്നെ ഓരോ ട്രാക്കിൻ്റെ പുറത്ത് ഞാൻ നോക്കി നിന്നു. 19-ാം തീയതി ആയി, ട്രാക്കിങ് മുകളിലേക്ക് കയറുന്നില്ല. അതിന് പിന്നെ 10-ാം തീയതി ആയപ്പോഴാണ് ട്രാക്കിങ് ഒരു ഇതായത്. അത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. മുകളിലേക്ക് കയറി കഴിഞ്ഞ് പിന്നീട് ഇപ്പം ഫാസ്റ്റായിട്ട് ഓരോ ദിവസമാകുമ്പോൾ കയറാൻ തുടങ്ങി കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇന്നലെ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി. എനിക്ക് അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൽ ഐ ഡി വെച്ച്, അല്ല ഈ ട്രാക്കിംഗ് ഐ ഡി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന രീതിയിൽ മെയിൽ ഐ ഡി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എനിക്ക് ഓട്ടോ ആയിട്ട് വന്നു. 10-ാം തീയതി സാധനം, 10-ാം തീയതിക്കുള്ളിൽ 13-ാം തീയതിക്ക് സാധനം ഡെലിവറി ആവുമെന്ന് പറഞ്ഞ് മെയിൽ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം.
വരുന്നതൊക്കെ എനിക്ക് പക്കയായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, ഓട്ടോ ട്രാക്ക് ആവുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ ഇപ്പം ജസ്റ്റ് ഒരു പരിപാടിയെല്ലാം ചെയ്ത് കുളിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് കോൾ വന്നു. പോസ്റ്റ് ഓഫീസാണ്, മനസ്സിലാക്കാനല്ലേ, പോസ്റ്റ് ഓഫീസാണ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ സാധനം ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, എവിടെ എത്തിക്കണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വന്നോളാം, ഞാൻ ഇപ്പം അതിലേ വരുന്നത്, എൻ്റെ ഫ്രണ്ടിൽ വന്നേക്കാന്ന് പറഞ്ഞ് നേരെ ഞാൻ പോയി സാധനം കളക്ട് ചെയ്തു. സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധനം എനിക്ക് കൈ കിട്ടി. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സഹായിച്ചവർക്കും എല്ലാവർക്കും. ആ ക്യാമറയുടെ ഷോപ്പിൻ്റെ പേര് ഞാൻ എന്നാന്ന് വിട്ടുപോയി, എല്ലാവരുടെ ബ്രോയുടെ പേരെന്നാന്ന് വെച്ചാൽ അജേഷ് എന്നാണ് ഈ പേര് എനിക്ക് തോന്നണേ. അജേഷ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സഹായിച്ചതിൽ. ഒരുപാട് വിട്ട് കളഞ്ഞതാണ്, ഒരുപാട് പേര് സഹായിക്കാതെ അറിയാഞ്ഞിട്ടും മടി പറഞ്ഞ് ചെയ്യാത്തവരാണ്. അതിന് പിന്നെ കുറേ യൂട്യൂബറെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു, അവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. എന്നെ സഹായിച്ചതിൽ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ, ചെയ്യാൻ പറ്റിയതിലും എല്ലാം ഒരുപാട് ഞാനിവിടെ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. പിന്നെ അത് പിന്നെ പറയാനുള്ള വേറെ എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് സാധനം വന്നു ഞാൻ കളക്ട് ചെയ്തു. ആ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. സാധനം കളക്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ അഡാറ് പാക്കിംഗ് ആട്ടോ, ഒരു രക്ഷയില്ല. ഒരു നല്ല പക്കായിട്ട് പാക്ക് ചെയ്തു. ഞാൻ അതേപോലെ പക്കായിട്ട് പാക്ക് ചെയ്ത ഈ സാധനം അയച്ചതും അത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ പക്കയായിട്ട് പാക്ക് ചെയ്താണ് അയച്ചത്. നല്ല രീതിക്ക് നല്ല ബോക്സൊക്കെ വെച്ച് ഒരു ഡാമേജ് വരാതെ രീതിയിലാണ് അയച്ചത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ പല വീഡിയോ ഡെലിവറി ബോയ്സിൻ്റെ കണ്ടിട്ടുണ്ടാവും. ട്രെയിൻ വഴി സാധനം കയറി പോണേ എടുത്ത് എറിയുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആമസോണിൻ്റെ ഒക്കെ. അതേപോലെ ഡാമേജ് വരാൻ പാടില്ലാത്തതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പറയാൻ പറഞ്ഞു, വേറെ ആക്സറീസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട, ആ ബോക്സിൻ്റെ അകത്ത് ക്യാമറയും ബാറ്ററിയും മാത്രം പക്കയായിട്ട് പാക്ക് ചെയ്ത് അയക്കാനാണ് പറഞ്ഞു. അതായത് കുലുക്കുമ്പോൾ ഷെയ്ക്കാവാത്ത രീതിയിൽ ഞാൻ സ്പോഞ്ചിൻ്റെ പീസൊക്കെ വെച്ച് പക്കയായിട്ടാണ് അയച്ചത്. അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ അതുപോലെ അയക്കുകയും ചെയ്തു. ബാക്കി ആക്സറീസൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചു. കേബിൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കേബിളിനും മറ്റേ ഇതിനൊക്കെ സാധനത്തിനൊക്കെ ഹെൽമെറ്റ് വെക്കണ മുടുവിലൊക്കെ എക്സ്ട്രാ നല്ല റേറ്റ് മേടിക്കുന്നവരാണ് ഈ ക്യാമറയുടെ ഷോപ്പിലൊക്കെ. പക്ഷെ നല്ല റേറ്റും ഉണ്ട്. കേബിളിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. കാരണം വേറെ മൊബൈലിലെ കേബിളൊന്നും ഇതിന് സപ്പോർട്ട് ആവത്തില്ല. ഇതിൻ്റെ ഈ കേബിൾ തന്നെ ഇതിന് വേണം, എന്നാലാണ് ചാർജ് കയറത്തുള്ളൂ. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ വേറെ ജന്മത്തെ എവിടെ പോയാലും ഈ കേബിൾ കൊണ്ട് നടക്കുക. കേബിൾ വേറെ ഇട്ട് നശിപ്പിക്കരുത്. കാരണം കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ വരത്തില്ല. അതുകൊണ്ട് കേബിൾ കിട്ടി. ഇതെല്ലാം നമുക്ക് അഡീഷണൽ ലാഭം വന്നു. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് ₹1 മുടക്കില്ല. ഇത് നമുക്ക് അയച്ചതിലും റിട്ടേൺ വന്നതിലും ₹1 മുടക്കില്ല. വേറെ ഞാൻ വീഡിയോ കണ്ടതിൽ അവർക്ക് ₹250 മുടക്കായി, ചെറിയ പൈസയൊക്കെ ആയി എന്നൊക്കെ അവർ പറഞ്ഞു കേട്ടു. അപ്പം നമുക്കിതിനകത്ത് ഒന്നുമില്ല. എല്ലാവരും വഴി എല്ലാവരെല്ലാം സെറ്റ് ചെയ്ത് എല്ലാ ഫണ്ടും മുടക്കിയത് എല്ലാം ചെയ്തത് അവരാണ്. അതുകൊണ്ട് അവരോട് എനിക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ലച്ചോറി പാഴ്സലോ അങ്ങനെ ഒരു കമ്പനിയുടെ പേര് വന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ട് എന്നാ ഇത്രേ ഉള്ള കാര്യങ്ങളുള്ളൂ. അപ്പം നമുക്ക് ഈ ക്യാമറ ഇപ്പം എൻ്റെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. ക്യാമറ നിങ്ങൾ കണ്ടല്ലോ, ക്യാമറ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ക്യാമറ എൻ്റെ കിട്ടിയത് ഏകദേശം 9:30 മണിക്കാണ് സാധനം കിട്ടിയത്. ഇനിയിപ്പം ഏകദേശം 1 മണിയോളമായി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നേരം കൺട്രോൾ ചെയ്ത് നിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടിച്ച് നോക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യണം. വീഡിയോ ഞാനിത് വീട്ടിൽ പോയിട്ട് ചെയ്യാനാണ് നിന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടില്ല, എൻ്റെ മനസ്സിനെ അനുഭവിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പം ഈ നിമിഷം ഞാനിപ്പം ഇവിടെ വെച്ച് കടയിൽ വെച്ചാൽ വീഡിയോ ചെയ്യണത്. സമയം എടുത്തുണ്ടാക്കി ചെയ്യുന്നതാണ്. നല്ല മഴ പുറത്തുള്ളത്. ആ സമയത്ത് കസ്റ്റമർ ഇല്ലാന്ന് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അച്ഛന്മാരെ നമ്മളിത് ഇനി ഓപ്പൺ ചെയ്യാൻ പോവാണ്, അൺബോക്സ് ചെയ്യാൻ പോവാണ്. കാരണം ഇനി കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പറഞ്ഞ് സഹായിക്കണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. സാധനം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളിനി അൺബോക്സ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഒരുപാട് നേരത്തെ കാത്തിരിപ്പാട്ടോ. കാരണം കൈ ഇങ്ങനെ തെറ്റിച്ച് ഒരു കിടന്ന് ഓപ്പൺ ചെയ്ത് നോക്കാത്തതുകൊണ്ട് നിങ്ങളെ കാണിച്ച് തന്നെ ഓപ്പൺ ചെയ്യണമെന്നുള്ള ഒറ്റ വാശിയിലാണ് ഞാൻ ഇത്രയും നേരം പിടിച്ചത്. സത്യം പറഞ്ഞാൽ 1 മണിയായിട്ടോ. അത് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിനെ വിളിച്ച് നമുക്ക് സാധനം കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ സാധനം പോയി കളക്ട് ചെയ്തത് പോയി ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ പോയി തുണിയൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കാം. അത് നമ്മളൊരു കുഞ്ഞിനെ ടർക്കിയിൽ പൊതിയണ പോലെ സാധനം പൊതിഞ്ഞിട്ടാണ്. എത്ര സേഫ്റ്റിയിലാണ് അവർ സാധനം അയച്ചേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവരുടെ അഡ്രസ്സോ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ട്രാക്കിംഗ് ഏരിയ ഉണ്ട്, നമ്മുടെ അഡ്രസ്സുണ്ട്.
സാധനത്തെ പക്കയായിട്ട് നമ്മൾ കറക്റ്റ് പറഞ്ഞ സമയത്തിന് സാധനം എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകണം. നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് കണ്ടാൽ ഇതിനകത്ത് ഇരിക്കണം എന്താ സാധനം എന്ന് പറഞ്ഞത്. നിങ്ങളെപ്പോലെ നല്ലൊരു പ്രതീക്ഷയാണ് ഇതിൻ്റെ അകത്ത് എന്നെ ഇരിക്കണം എന്നുള്ളൊരു ക്യൂരിയസി എന്ന് പറയും. ആ സാധനം നമുക്കിത് നോക്കാട്ടോ. ഇപ്പോൾ സന്തോഷമാണ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോട്ടെ നിലവിൽ. നോക്കാട്ടോ, ഡാമേജ് ഉണ്ടാവാത്ത രീതിയിൽ വേണം അൺബോക്സ് ചെയ്യാം. എവിടെ നിന്ന് തുടങ്ങുന്ന ഒരു കൺഫ്യൂഷൻ ആയിപ്പോയില്ല. ഈ തുണി കൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് കട്ട് ചെയ്യാം. 3-4 തുണിയുണ്ട്. ധൃതി കണ്ടാ കുഞ്ഞേ. അത് നമ്മളൊരു തുണി പിൻവലിച്ചു. ഇനി നമുക്കിന്നത്തെ എന്നാ സംഭവം നോക്കിയാലോ. ആകാംക്ഷയാണ് മോനെ, ആകാംക്ഷ. ഓക്കെ ഓക്കെ, അടിസക്കെ. വേറെ ലെവല് സാധനം. ഇത് നമുക്കിത് വേറെ ബോക്സ് ഒക്കെ ഇട്ടാണ് 2 സാധനം ഇല്ല. ഇത് നമ്മൾ പഴയ അയച്ച ബോക്സ് ആട്ടോ. അയച്ച ബോക്സ് അവർ തിരിച്ചു വിട്ടു. എന്നെ സംഭവം അറിയില്ല. ഇത് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പുതിയ സാധനം വന്നല്ലോ, ഗോപ്രോ ഹീറോ ഫോൺ. മച്ചന്മാരത് പുതിയ സാധനം അടിപൊളി. ഇത് 24 മന്ത് വീണ്ടും വാറണ്ടി ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയപ്പം നമുക്ക് 24 മന്ത് ഇനിയും വാറണ്ടി കിട്ടും ഇതിനപ്പം. അതറിയില്ല, നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇത് സീൽഡ് ബോക്സ് തന്നെയാട്ടോ, പക്ക ഉള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പക്ക ബോക്സ് ആണോ. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഇതായിട്ട് ഇരിക്കുവാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ വരുന്ന ഇലവണിൽ ബോക്സ് ഇതില്ലാന്ന് എനിക്ക് വേണം. അതുകൊണ്ടാണ് തോന്നുന്നു അവർ ഇത് നമുക്ക് റിട്ടേൺ അയച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇരിപ്പുണ്ടെന്ന്. കാലി ബോക്സാണ് പക്ഷേ. അപ്പോൾ നമ്മുടെ ബോക്സ് തന്നെ അവർ റിട്ടേൺ അയച്ചിട്ടുണ്ട്. നമ്മൾ പക്ക പാക്കിംഗ് ആണ്. ഒരു പേര് അഡ്രസ് ചെയ്ത് ബോക്സ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു സീരിയൽ നമ്പറൊക്കെ ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിനി അടുത്തത് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ കേട്ടോ. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിലും ഇനി നിങ്ങൾ ഇതേപോലെ ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ട് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നിങ്ങൾക്ക് ഈ വീഡിയോ വേണ്ടി ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലെ കഷ്ടപ്പാട് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. സത്യം പറഞ്ഞാൽ സിമ്പിളാണ് കാര്യങ്ങൾ പഠിച്ചാൽ. പിന്നെ ഇതിൻ്റെ സീരിയൽ നമ്പർ വ്യത്യാസം ഉണ്ടോയെന്ന് അറിയത്തില്ല. സീരിയൽ നമ്പർ ഇതിനകത്ത് ബൈക്ക് കൊടുത്തിട്ട് നമ്മൾ പഴയ സീരിയൽ നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ വന്നത്. വേറെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ എന്നെ സാധനം ഇരിക്കണേന്ന്. നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ എല്ലാം സിമ്പിൾ കേസാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കാം. നിങ്ങൾക്ക് അവരോട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഒരുപാട് ഇംഗ്ലീഷ് അറിയണം എന്നില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് സാധനം എത്തിക്കാൻ കിട്ടും. ഏകദേശം നമ്മുടെ ഇപ്പം സാധനം അയച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 10-20 ദിവസം ടോട്ടൽ നമുക്ക് വന്നുള്ളൂ കേട്ടോ. ടോട്ടൽ 20 ദിവസം എടുത്തിട്ടുള്ളൂ. കാരണം പിന്നീട് അവിടെ നിന്ന് അയക്കാനും ഒക്കെ കൂടി ഒരു 5 ദിവസം കൊണ്ട് സാധനം നമുക്ക് സാധനത്തിൻ്റെ കൈ കിട്ടി കേട്ടോ. സാധനം ഫ്രഷ് സാധനം. എനിക്ക് തോന്നുന്നത് റീപ്ലേസ് ചെയ്ത സാധനങ്ങൾക്ക് മാത്രമാണ് ഇത് കൂട്ട് ബോക്സ് കിട്ടാതെ അതിനുവേണ്ടി മാത്രം വെച്ചേക്കണ ഒരു ഐറ്റം ആയിരിക്കാം ഇത്. ഇനി ഇതിനകത്ത് ആക്സറീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഷെയ്ക്ക് ആകുമ്പോൾ ഉണ്ട്. പിന്നെ ക്യാമറ അധികം ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഗോപ്രോ കംപ്ലൈൻ്റ് ആയ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കൂട്ട് ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും തൊട്ട് കാര്യങ്ങൾ തൊട്ട് ഒരു കാര്യം വിടാതെ നിങ്ങൾക്ക് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഒരു 10 മണി തൊട്ട് വൈകുന്നേരം വരെ ഈ പറഞ്ഞ പോലെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കിയാലോ ഇനി ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന സാധനം ഏതാണ്. അപ്പം ഇതിൻ്റെ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളത് ഈ ഷീൽഡ് അങ്ങ് തുറക്കുക കേട്ടോ. ഇതാണ് യെസ് അൺബോക്സ് ചെയ്തു. പല സാധനത്തിൻ്റെ ബോക്സ് ഇല്ല കേട്ടോ. ബോക്സ് ഇല്ല. അപ്പം ഇതാണ് സാധനം, കുഞ്ഞേ സാധനം. കുറച്ച് മാനുവലും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ബുക്കുണ്ട്. ഇതിൻ്റെ അകത്തൊരു വ്യത്യാസം നമുക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഒരു കേബിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാറ്ററി ഓൾറെഡി നമ്മൾ അയച്ചിട്ടുണ്ട്. ബാറ്ററിയും ക്യാമറ മാത്രമായിട്ട് നമ്മൾ ഈ സാധനത്തിൽ അയച്ചു കൊടുത്തിരുന്നത്. പിന്നെ ഹെൽമെറ്റ് മുടുവിൽ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്.
അതേപോലെ ഇതും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കാറിൽ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു, അതിന് ശേഷം നമുക്ക് വേറെ കിട്ടി. പിന്നെ അത് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഇതും നെറ്റും. അപ്പം നമുക്ക് ആക്സറീസായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതെ കേബിള്, ചാർജിങ് കേബിൾ പുതിയത്, ഇതൊന്നും നമുക്ക് അഡീഷണൽ മേടിക്കും. ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. ഇത് മേടിക്കാൻ പോയാൽ അത്യാവശ്യം നല്ല റേറ്റ് വരും. പിന്നെ ബാറ്ററി, ഇതാണ് ബാറ്ററി, പക്ക പാക്കിങ് ആട്ടോ. പിന്നെ നമ്മളത് ക്യാമറ, സത്യം പറഞ്ഞാൽ സന്തോഷം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ആ രീതിക്കാണ് ഇപ്പോൾ ഇരിക്കണത്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യാം. ഇതാണ് ഇപ്പോൾ ക്യാമറ കേട്ടോ. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതിന് വാറണ്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം കാരണം വെച്ചാൽ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കുന്നുള്ള രീതിയിലാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഇനി പുതിയ തന്നേക്കണമെന്ന് അറിയാൻ പാടില്ല. ഏകദേശം നമുക്കിനി വാറണ്ടി കാർഡില്ലാത്ത എക്സ്ട്രാ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു സീനാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് പരിചയമുള്ള ഇതിനും കട ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടീൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല. ഇതിൻ്റെ സീരിയൽ നമ്പർ നമുക്കിനി വേർതിരിച്ച് നോക്കണം. ഇനി അതിന് വല്ല ഉണ്ടെങ്കിൽ, വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം വാറണ്ടി കിട്ടുമില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം. അപ്പോൾ ഇത് ഐശ്വര്യമായിട്ട് ഡിസ്പ്ലേ നമ്മൾ റിമൂവ് ചെയ്തു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ ഉണ്ട്. അപ്പം ഇതിൻ്റെ സ്ക്രീന് നമ്മളത് ഇന്നും റിമൂവ് ചെയ്യുക കേട്ടോ. എല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ. അപ്പം അതും റിമൂവ് ചെയ്തു. ഇതിൻ്റെ സ്ക്രീനും നമ്മളത് റിമൂവ് ചെയ്യുകയാണ്. അപ്പം വീണ്ടും നമ്മളത് പുതിയൊരു സാധനം എത്തിയിട്ടുണ്ട്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പം. അപ്പം 12 ഈ ടൈപ്പ് ഇവിടെ നമുക്ക് എക്സ്ട്രാ സെറ്റ് ചെയ്യുന്ന സാധനം വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് മാറ്റാവുന്ന കേട്ടോ. ഇവിടെ 4 സ്ക്രൂ ഉണ്ട്, 2 സ്ക്രൂ ഉണ്ട്, ഈ സൈഡിൽ 2 സ്ക്രൂ ഉണ്ട്. ഈ സാധനം നമുക്ക് മാറ്റി വെച്ച് 12 മോഡൽ നമുക്ക് ആക്കാൻ സാധിക്കും കേട്ടോ. ഇത് നമുക്ക് മാറ്റാൻ 4 സ്ക്രൂ വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് 12 തമ്മിൽ എനിക്ക് തോന്നിയത്. പിന്നെ ചാർജിങ് കപ്പാസിറ്റിയും കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് സാരമില്ല. ഇപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് ഇനി ബാറ്ററി റിമൂവ് ചെയ്യണം. പിന്നെ ഇത് നമ്മളത് ഇട്ട് നോക്കാം മച്ചമ്മരെ. അപ്പോൾ ഇത് ബാറ്ററി ഐശ്വര്യമായിട്ട് ബാറ്ററി ഇട്ടു. സെറ്റ് ചെയ്യുന്നില്ല. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. എന്തിരില്ല, സാധനം ഓണായിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ഡിസ്പ്ലേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മാനുവലി ഇനി സെറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോണുമായിട്ട് കണക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ നമ്മുടെ മെമ്മറി കാർഡ് ഇല്ല. നിലവിൽ നമ്മുടെ മെമ്മറി കാർഡ് അടിച്ചു പോയായിരുന്നു. കാരണം ഇതിനകത്ത് ഇട്ടതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സഹായിച്ച് ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ സാധനം ഇവിടെ ഉണ്ട്. ഒരുപാട് സന്തോഷം. വേറെ പറയുന്നത്. അപ്പം നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതുപോലെ ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇത്രയും കേസുള്ളൂ, നിസ്സാര പ്രശ്നമുള്ളൂ, നിങ്ങൾക്ക് പുതിയത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഞാൻ സഹായിക്കുന്നതായിരിക്കും. വേറെ എവിടെയും നിങ്ങൾ സഹായം തേടി പോകണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, സഹായിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ടെൻഷൻ അടിച്ച് വ്യക്തിയത് ഞാനാണ്. കാരണം ഇല്ലാത്ത പൈസ മുടക്കി ഏകദേശം ഒരു 50,000 രൂപ അടുത്ത് നമ്മൾ ഇതിന് മുടക്കി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ്. ഒരുപാട് ട്രാവലിംഗ് ചെയ്യുന്നവർക്കും ഇതൊരു അത്യാവശ്യമായിരിക്കും. ഈ വീഡിയോ തുടർച്ചയായിട്ട് സ്കിപ്പ് അടിക്കാതെ കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സാധനം മാറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, വാറണ്ടി ഉള്ളതായിരിക്കണം. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ക്യാമറയും 24 മന്ത് വാറണ്ടി ഉണ്ട്. അതായത് 2 കൊല്ലത്തേക്ക് വാറണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്ത് കിട്ടും. 1 മാസത്തെ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ റീഫണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സാധനം റീപ്ലേസ് ആയി കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട. എന്തുണ്ടെങ്കിലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി. അഥവാ റിപ്ലൈ ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എല്ലാം പറഞ്ഞ പോലെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഓക്കെ ബായ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഒട്ടനെ തന്നെ ഉണ്ടാവും. കാരണം ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഇനി ക്യാമറ കിട്ടി. ഇനി അടുത്ത വീഡിയോന് ഉടനെ കാണും. അപ്പോൾ ഓക്കെ ബായ്. മച്ചാമാരെ അൺബോക്സ് ചെയ്തു മച്ചാമാരെ.